ആദ്യമായി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയെ തൃക്കുമാരനോടും അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് സജീഷ്, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ്ലി ഞാൻ സെപ്റ്റംബർ 24, 2024 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള റീസൺ, എനിക്ക് ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു എക്സാം എഴുതാനായിട്ട്. അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടും 3-4 മാസത്തോളമായിട്ട് എനിക്ക് ഡേറ്റ് കിട്ടാതായപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് 5 ദിവസത്തിന് ശേഷം എനിക്ക് ഡേറ്റ് കിട്ടി എക്സാം ചെയ്യാൻ പോയി എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി. 3 മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതിൽ പിന്നെ ഞാൻ ഉടമ്പടിയെല്ലാം ഉഴപ്പി കൈനങ്ങ് പോയി. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് 3 മൊഡ്യൂളുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ജർമ്മനിക്ക് പോകാമെന്നുള്ള രീതിയിലായപ്പോൾ നടന്ന ഓരോ ഏജൻസിയിൽ കൊടുത്തിട്ട് പോലും എനിക്ക് നടക്കുന്നില്ലായിരുന്നു ഒന്നും. അങ്ങനെ ഞാൻ രണ്ടാമത് പിന്നെയും ഉടമ്പടി ഒന്നും കൂടി പുതുക്കിയപ്പോഴും ആ ഉള്ള മടി കാരണം അതും പിന്നെയും സ്കിപ്പായി. ഓരോ ദിവസം എണീക്കാനുള്ള മടി കാരണം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂടെ എൻ്റെ പുറകെ പഠിച്ചവരായാലും കുറേ കൂടെ കൂട്ടുകാരും എല്ലാവരും എല്ലാം ജർമ്മനിക്ക് പോയിട്ടും എനിക്കൊന്നും ശരിയാവുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ നല്ലോണം ഉടമ്പടി എടുത്ത് മൊത്തത്തിൽ ഒരുങ്ങി പ്രാർത്ഥിച്ച് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 3ാമത്തെ ഉടമ്പടിയും എടുത്തു. നവംബർ 11 എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഏജൻസിയിൽ നിന്ന് ഒരു ഇത് വന്നിട്ട് പറഞ്ഞു, ഈ വരുന്ന മാർച്ച് ഇൻടേക്ക് വരെ നീ വെയിറ്റ് ചെയ്യണ്ട, ജാനുവരിയിലേക്ക് ഒരു ഓപ്ഷനുണ്ട് പോകാനായിട്ട്, പക്ഷേ നേരത്തേക്കാൾ എമൗണ്ട് കുറച്ച് കൂടുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വീട്ടിലെ ഒരിതിൽ കാരണം എനിക്ക് എമൗണ്ടൊന്നും സെറ്റായില്ലായിരുന്നു. പല രീതിയിൽ നോക്കി, ബാങ്ക് ലോൺ നോക്കി, റിലേറ്റീവ്സിനോട് ഫാമിലിയുള്ള മെമ്പേഴ്സിനോട് എല്ലാവരോടും ചോദിച്ചിട്ടും ഒരു രീതിയിലും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ആയിരിക്കുമ്പോൾ ഞാൻ പിന്നെയും എനിക്ക് ഉള്ളിൽ എവിടെയോ ഹോപ്പുണ്ട്, എനിക്ക് കിട്ടും, പോകാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പ് എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഒരു രീതിയിൽ നടക്കാതായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് മാത്രം എന്താണ് മാതാവ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് ഒരു 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഒരു അടുത്ത് തന്നെയുള്ള ക്ലോസ് റിലേറ്റീവ് വന്നിട്ട് പറഞ്ഞു, എമൗണ്ട് ഇങ്ങനെ കയ്യിലുണ്ട്, ആവശ്യമൊന്നും പ്രത്യേകിച്ചില്ല, ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ആൻറ്റി എന്നെ ഹെൽപ്പ് ചെയ്തു. കുറച്ച് എമൗണ്ട് പുള്ളിക്കാർ തന്നു, അല്ലാതെ എൻ്റെ ഒരു നെയ്ബർ തന്നെ കുറച്ച് എമൗണ്ട് തന്നു. അങ്ങനെ ആ ഒരു എമൗണ്ട് സെറ്റിലായി. അത് കഴിഞ്ഞു ഞാൻ VFSൻ്റെ ഡേറ്റ് കിട്ടി. VFSന് പോയപ്പോൾ എനിക്കറിയില്ലായിരുന്നു കറക്റ്റ് എമൗണ്ട് എവിടെ വാങ്ങത്തോളം എന്നുള്ള കാര്യം. ഞാൻ 15,000 രൂപയായിട്ടാണ് പോയത്, അവിടെ വേണ്ടത് 11,171 രൂപയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് കൊടുത്തപ്പോൾ 11,200 രൂപ ഞാൻ കൊടുത്തത്. അപ്പം അവരവിടെ പറഞ്ഞു കറക്റ്റ് 11,171 രൂപ മാത്രമേ വാങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ചേഞ്ച് വേണ്ട, ബാക്കി എടുത്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടും അവരൊരു രീതിയിൽ ഇതാക്കുന്നില്ല. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ഞാനപ്പോൾ കയ്യിൽ കാശ് രൂപ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ നിന്ന് പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അവിടെ ജസ്റ്റ് കണ്ട പേര് മാത്രം ചോദിച്ചൊരു ചേട്ടനെ കണ്ട ആ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം ഇങ്ങനെ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാൻ രാവിലെ ചായ കുടിച്ചതിൻ്റെ മൈനസ് ബാക്കി പൈസ ഉണ്ട്, അത് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. കറക്റ്റ് അത് 71 രൂപ ഉണ്ടായിരുന്നു. 100 രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ആ 11,171 എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റി. അത് കഴിഞ്ഞു ഞാൻ VFSന് വെയിറ്റ് ചെയ്യാനായിട്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണെങ്കിലും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. ഞാനപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഡിസംബറും കൂടി ആയതുകൊണ്ട് ഞാനൊരു ഫുട്ബോൾ ഭയങ്കര കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ഡിസംബർ 18 മെസ്സി വേൾഡ് കപ്പ് അടിച്ച ദിവസമാണ്. അപ്പം ആ ഒരു ഡേറ്റ് മുന്നേ ആയിട്ട് എനിക്ക് കിട്ടണമെന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു VFS മിനിമം 14 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം ഈ 18 ആവുന്നത് 11ാമത്തെ ദിവസമായിട്ടാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്തായാലും നടക്കില്ലെന്ന് അറിയത്തില്ല, എന്നാലും ആ ഡേറ്റിന് മുന്നേയായിട്ട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഡിസംബർ 15 ആയപ്പോൾ അവിടുന്ന് ഡിസ്പാച്ചായി. ഡിസംബർ 18 മുന്നേ ആയിട്ട് 17-ാം തീയതി തന്നെ എനിക്കത് വിസ കയ്യിൽ കിട്ടി. ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനോട് നന്ദി പറയുന്നു. പിന്നെ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളെല്ലാം ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ജർമ്മൻ ഡേറ്റ് എടുത്ത് കൊടുക്കുകയും പിന്നെ ഓരോ ഡൗട്ട്സ് വന്ന് ചോദിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാ രീതിയിലും എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഞാൻ മാക്സിമം അവരെല്ലാം ഹെൽപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്തൊരു കുരിശടിയുണ്ട്, അവിടെ മാതാവിൻ്റെ കുരിശടിയാണ്. അവിടെ ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ മിക്കവാറും എപ്പോഴും എല്ലാം അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ വരുന്ന ഓരോ അമ്മമാരോടും എല്ലാവരോടും സംസാരിക്കുകയും ഓരോന്നൊക്കെ ഇതാക്കി അവരോട് പറ്റുന്ന ഹെൽപ്പെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞു നിർത്തുന്നു. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 27-28 തിരുവചനങ്ങൾ.
നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും. നിന്റെ നേർച്ചകൾ നീ നിറവേറ്റും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. സജീഷ് എന്ന ഈ മകൻ്റെ വളരെ സ്നേഹത്തോടു കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു പ്രാർത്ഥന രീതിയാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ ഈ മകൻ ഏറ്റുപറയുന്നത്. ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ OET പാസ്സാകണം, ജർമ്മനിയിലേക്ക് പോകണം എന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇൻസെൻറ്റീവായി കിട്ടുന്ന ആദ്യത്തെ ഗിഫ്റ്റ് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന്. ഈ മകൻ ആദ്യമായി തന്നെ 3 മോഡ്യൂളും പാസ്സായി. അപ്പോൾ സജീഷിന് തോന്നിയത് ഇങ്ങനെയാണ്, ഇനി ഇതെല്ലാം ഉടമ്പടി അല്പം മുഴപ്പിയാലും ദൈവത്തെ അല്പം കൈവിട്ടാലും എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും എന്ന ചിന്ത തോന്നിയതുകൊണ്ട് ഈ മകൻ ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. പക്ഷേ അടിക്കടിയായി വലിയ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളും പിന്നെ വിസ കിട്ടാനുള്ള വലിയ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും എല്ലാം വന്നു തുടങ്ങിയപ്പോൾ സജീഷിൻ്റെ അമ്മ തന്നെ പറഞ്ഞു, മോനെ നീ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിൻ്റെ തടസ്സങ്ങളൊന്നും മാറിപ്പോവുകയില്ല. കാരണം ഉടമ്പടി എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിജ്ഞയാണ്, ഇതൊരു കളിത്തമാശയല്ല എന്ന് എപ്പോഴും ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്. നാം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി പാലിക്കേണ്ടത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മുടെ ജോലി, അല്ലെങ്കിൽ നാം കൃത്യമായി ഭക്ഷണം കഴിക്കുന്നതും നാം ജോലിക്ക് പോകുന്നതും നാം കൃത്യമായി നമ്മുടെ ശുചിത്വ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിന് മാത്രമാണ് നമുക്ക് മുടക്ക് വരുന്നത്, നമുക്കൊരു ഭയം വരുന്നത്, ഞാൻ ഉടമ്പടി എടുത്താൽ എനിക്ക് എൻ്റെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഭയം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് പേടിയില്ല, നാം കൃത്യമായി ചെയ്യും. എന്തുകൊണ്ടോ ഈശോയെ സ്നേഹിക്കാനുള്ള കാര്യത്തിൽ എനിക്ക് പേടി തോന്നുന്നു എന്നാണ് പല മക്കളും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഭയത്തെക്കുറിച്ച് പറയുന്നത്. സജീഷിന് ഉറപ്പായി, ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുന്നത് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ മാത്രമേ പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി ആദ്യം മാധ്യസ്ഥം വഹിച്ചതുപോലെ വീണ്ടും മാധ്യസ്ഥം വഹിക്കുകയുള്ളൂ എന്നുള്ളൊരു ഉറപ്പ് വന്നപ്പോഴാണ് സജീഷിനെ വീണ്ടും സ്നേഹത്തിലായത്. ഈശോയെ കൂട്ടുപിടിക്കാൻ, ഈശോയോട് പ്രാർത്ഥിക്കാനുള്ള, അവന് കൃത്യമായി കുരിശടിയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോ നമ്മെ കൃത്യമായി എല്ലാ ദിവസവും വരുമ്പോൾ ഒരു ദിവസം കൃത്യമായ സ്ഥലത്ത് നാം പ്രാർത്ഥിക്കാനെത്തുമ്പോൾ ഈശോ നമ്മെ കണ്ടില്ലെങ്കിൽ ഈശോയ്ക്ക് വലിയ സങ്കടമാണ് എന്ന മെസ്സേജാണ് സജീഷിന് ലഭിക്കുന്നത്. സജീഷ് വളരെ കൃത്യമായി പ്രാർത്ഥനയിൽ മുന്നേറാൻ തുടങ്ങി, കമ്മ്യൂണിക്കേഷൻ വളരെ കൃത്യമായി തുടങ്ങി. അമ്മയോട് ചോദിച്ചു, എനിക്ക് മാത്രം എന്തേ വിസ തരാത്തത്, എൻ്റെ കൂട്ടുകാരെല്ലാം ജർമ്മനിയിലേക്ക് കയറിപ്പോയല്ലോ. അങ്ങനെയാണ് മകൻ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഫുട്ബോൾ പ്രേമി ആയതുകൊണ്ട് ഡിസംബർ 18 എന്നൊരു ഡേറ്റ് കൊടുത്തു. മകന് കൃത്യമായി ഡിസംബർ 17-ാം തീയതി വിസ കയ്യിലേക്ക് വന്നു. മകൻ ഒരുങ്ങിയിരിക്കുകയാണ് പോകാനായിട്ട്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എത്ര തന്നെ സങ്കടങ്ങളുള്ള കാര്യമായാലും, നമ്മൾ ഉടമ്പടിയിൽ ഉഴപ്പിയാൽ തന്നെയായാലും നമ്മുടെ പ്രതിജ്ഞകൾ പുതുക്കേണ്ടത് വലിയ ആവശ്യമാണെന്ന് ഈ സാക്ഷ്യം നമ്മോട് ഏറ്റുപറയുകയാണ്, നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മകൻ പറയുകയുണ്ടായി, എനിക്ക് 11,721 രൂപ വേണമായിരുന്നു. ആ 21 രൂപ ചില്ലറയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മ വളരെ കൃത്യമായൊരു ദൂതനെ ഈ മകന് വേണ്ടി അയച്ചു കൊടുത്ത് 21 രൂപ കൃത്യമായി കൊടുത്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഈ മകന് സാധിച്ചു എന്ന് ഏറ്റുപറയുന്നു. നമ്മുടെ എത്ര വലിയ കാര്യമായാലും എത്ര ചെറിയ കാര്യമായാലും നാം ഉടമ്പടി എടുത്താൽ പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് നമ്മോടൊപ്പം സഞ്ചരിക്കും. നമ്മുടെ എല്ലാ കാര്യത്തിലും പരിശുദ്ധ അമ്മ ഗ്രീൻ സൈൻ കൊടുത്തുകൊണ്ട് ഈശോയോട് എപ്പോഴും മകനെ, അവനിത് ആവശ്യമുണ്ട് എന്ന് കാനായിലെ വിവാഹം പോലെ നമ്മെക്കുറിച്ച് എപ്പോഴും മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കും. നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം, വിശ്വാസമുള്ളവരായിരിക്കാം. സജീഷിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ മക്കൾക്കും ആർക്കൊക്കെയാണോ വിസ തടസ്സം ഉണ്ടായിരിക്കുന്നത് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.